തിരുവനന്തപുരത്ത് ഹരിതകർമ്മസേനയുടെ പണം തിരിമറി നടത്തിയവർക്ക് കൂട്ടുനിന്ന് ബിജെപി കൗൺസിലർ. പുന്നയ്ക്കാമുകൾ വാർഡിലെ ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് 3 ലക്ഷം രൂപ തിരിമറി നടത്തിയത്. പരാതി നൽകിയ ഹരിതകർമ്മസേനാംഗങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നും കള്ളക്കേസിൽ കൊടുക്കുമെന്നും ബിജെപി കൗൺസിലർ ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുയരുന്നുണ്ട്. കൗൺസിലറുമായി ബന്ധപ്പെട്ട ചിലർ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദരേഖ കൈരളി ന്യൂസിന് ലഭിച്ചു. ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ അടക്കം കൺസോർഷ്യം പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും പേരിലുള്ള അക്കൗണ്ടിൽ നിക്ഷേപിച്ച് ഇതിൽ നിന്നാണ് മാസശമ്പളം നൽകുന്നത്. എന്നാൽ വാർഡിലെ 13 പേരടങ്ങുന്ന ഹരിതകർമ്മസേനയുടെ ശമ്പളം മുടങ്ങിയതോടെയാണ് തിരിമറി പുറത്തുവന്നത്. ഹരിതകർമ്മസേനാംഗങ്ങൾ പരാതി നൽകിയതോടെ ബിജെപി കൗൺസിലറും സഹായികളും ഭീഷണിയുമായി രംഗത്ത്. നീ കൗൺസിലറുടെ ഇതില് പൈസ എടുത്തു എന്നും പറഞ്ഞ നീ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഇട്ടാ? നീ അത് മറ്റേ പത്രത്തിലൊന്നല്ല, അതിനെ എടുത്തിട്ട് ഫേസ്ബുക്കിൽ. അത് തന്നെ നീ ഇട്ടാന്നാണ് ചോദിച്ചത്. നീ ഒരു കേസിന് തയ്യാറായി നിന്നോ? അവര് കേസ് കൊടുത്തിരിക്കുകയാണ്, അതായത് അഡ്വാൻസ് ആയിട്ട് വിളിച്ച് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നീ അവര് പൈസ എടുത്ത തെളിവെല്ലാം നീ കൊണ്ട് കാണിക്കേണ്ടി വരും ചിലപ്പോ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിക്കാം, തെറ്റ് ചെയ്യാത്ത. JHI നടത്തിയ പരിശോധനയിൽ 3 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മേയർക്ക് പരാതി നൽകിയതായി ഹരിതകർമ്മസേനാംഗം പ്രതിഭ പറഞ്ഞു. തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന ബിജെപി കൗൺസിലർ PV മഞ്ജു തങ്ങളെ കള്ളിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ചതായും പ്രതിഭ. മഞ്ജു മാഡം നമ്മളെ വഴക്ക് പറയുന്നത് എന്തിനു എടുത്തത്, എന്തിനു കള്ളിന്നിട്ട്. ஆனால் ஆ எடுத்த சேச்சியை ஒரு வார்த்தை கூட தெச்சா ஒன்றும் பறஞ்சிட்டில்ல. பரலட்சுமின்னுட்டு. ஆனால் நம்மளை நோக்கி கள்ளின்னு சொல்லி மேடம் நம்மளை வழக்கு പറയണം. പിന്നെ മേയർക്ക് അറിഞ്ഞ് മേയർ ഓഫീസ്ക്ക് വന്ന് നമുക്ക് പരാതി കൊടുത്തു. ഹരിതകർമ്മസേനയുടെ ഗ്രൂപ്പിൽ അടക്കം പ്രവർത്തകരോട് BMSൽ ചേരാൻ സമ്മർദ്ദമുണ്ടായിരുന്നു. ഇതിന് വിസമ്മതിച്ചതും വൈരാഗ്യത്തിന് ഇടയാക്കി. കള്ളക്കേസിൽ കൊടുക്കുമെന്ന് BJP കൗൺസിലറും അനുയായികളും ഭീഷണിപ്പെടുത്തിയതായി പ്രതിഭയുടെ ഭർത്താവ് ജ്ഞാനകുമാർ. അപ്പോൾ അതിന് നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ജീവിക്കയില്ലേ, നിങ്ങൾക്ക് സപ്പോർട്ടിന് ആളില്ല, എനിക്ക് എതിരെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ എനിക്ക് അറിയാനുള്ളവരേ ഉള്ളൂ, അവരുടെ അടുത്ത് പറഞ്ഞ് കള്ള കേസ് കൊടുത്ത് നിങ്ങളെ ഹസ്ബൻഡും വൈഫും അകത്താക്കുമെന്ന് പറഞ്ഞ് എന്നെ അങ്ങനെ വിരട്ടി. അതേസമയം ഇടത് അംഗങ്ങൾ വിഷയം കോർപ്പറേഷൻ കൗൺസിലിൽ ഉന്നയിച്ചത് ബഹളത്തിനിടയാക്കി. മേയറെ ഉൾപ്പെടെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാണ് BJP അംഗങ്ങൾ രംഗത്തെത്തിയത്. ഞാൻ ആരുടെയും കുടുംബത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നിൽക്കുന്ന കൗൺസിലർമാർ എന്റെ അച്ഛനെയും എന്റെ അമ്മയെയും എന്റെ കുഞ്ഞിനെയും പറ്റി അനാവശ്യം പറയുന്നത് നിർത്തി ഇവിടെ നിന്ന് മാറത്തേണം. പരാതി പോലീസിന് കൈമാറാനാണ് കൗൺസിൽ യോഗത്തിന്റെ തീരുമാനം. വിഷയത്തിൽ നിയമപരമായി നീങ്ങാനാണ് ഹരിതകർമ്മസേനയുടെയും തീരുമാനം. കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.